أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون. ما أنت بنعمة ربك بمجنون. وإن لك لأجرا غير ممنون. وإنك لعلى خلق عظيم. فستبصر ويبصرون بأيكم المفتون. സദഖല്ലാഹുൽ അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഖലം, പേന, അതിൻ്റെ ആദ്യ 6 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ എന്ന് പറയുന്നത് ഒരു അക്ഷരം. അലിഫ് ലാം മീം, അലിഫ് ലാം റ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അക്ഷരം കൊണ്ട് തുടങ്ങിയ പോലെ ഈ സൂറത്തും നൂൻ എന്ന അക്ഷരത്തിൽ നിന്ന് തുടങ്ങുന്നു. വൽ ഖലമി വമാ യസ്തുറൂൻ. വൽ ഖലമി, പേന തന്നെയാണ് സത്യം. വമാ യസ്തുറൂൻ, അവർ എഴുതുന്നത് തന്നെയാണ് സത്യം. മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. മാ അന്ത, നീയല്ല, ബിനിഅമതി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട്, ബിമജ്നൂൻ, ഭ്രാന്തൻ. മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, നിൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ നീ ഒരു ഭ്രാന്തനല്ല. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. വഇന്ന ലക, തീർച്ചയായും നിനക്കുണ്ട്, ലഅജ്റൻ, പ്രതിഫലം, ഗൈറ മംനൂൻ, മുറിഞ്ഞു പോകാത്ത. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, നിനക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. വഇന്നക, തീർച്ചയായും നീ, ലഅലാ ഖുലുഖിൻ, സ്വഭാവത്തിലാണ്, അളീം, മഹത്തായ അഥവാ ഉത്കൃഷ്ടമായ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നീ മഹത്തായ അഥവാ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുടെ ഉടമയാണ്. ഫസതുബ്സിറു വയുബ്സിറൂൻ. ഫസതുബ്സിറു, നീ പിന്നീട് കാണും. വയുബ്സിറൂൻ, അവരും കാണും. ഫസതുബ്സിറു വയുബ്സിറൂൻ, താങ്കളും അതേപോലെ തന്നെ അവരും പിന്നീട് കാണുന്നതാണ്. ബി അയ്യീക്കുമുൽ മഫ്തൂൻ. ബി അയ്യീക്കും, നിങ്ങളിൽ ആരാണ്, അൽ മഫ്തൂൻ, ഭ്രാന്തൻ, ഭ്രാന്ത് പിടിച്ചവനെന്ന്. നിങ്ങൾ ആർക്കാണ്, ബി അയ്യീക്കുമുൽ മഫ്തൂൻ, നിങ്ങളിൽ ആർക്കാണ് ഭ്രാന്ത് പിടിച്ചതെന്ന് പിന്നീട് നിങ്ങൾക്കറിയാം. സൂറത്തുൽ ഖലമിൽ നൂൻ എന്ന ആയത്തുകൊണ്ടാണ് തുടങ്ങിയത് എന്ന് പറയുകയുണ്ടായി. വൽ ഖലമി, പേന കൊണ്ടും അതേപോലെ തന്നെ വമാ യസ്തുറുൻ, എഴുതാൻ അവരെന്തൊക്കെയാണ് എഴുതുന്നത്, ആ എഴുതുന്നത് കൊണ്ടും സത്യം. പേനയും അതുപോലെ തന്നെ എഴുതുന്നതും തന്നെയാണ് സത്യം. ഇവിടെ ഈ സൂറത്തിൽ പേന കൊണ്ടാണ് എങ്കിൽ, ഇഖ്റ കൊണ്ട് തുടങ്ങുന്ന സൂറത്തിൽ അവിടെ വായന കൊണ്ടാണ് തുടങ്ങുന്നത്. എഴുത്തും വായനയുമൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അള്ളാഹുവാണ് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്. ആ പേന മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ സൂറത്ത് ആരംഭിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ താങ്കൾക്ക് ഭ്രാന്തില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം അദ്ദേഹം ദിവ്യ വെളിപാടുകൾ, വഹീനെ സംബന്ധിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ, ഖുർആൻ ഓതി തുടങ്ങിയപ്പോൾ ആ നാട്ടുകാർ നബിയെ മജ്നൂൻ, ഭ്രാന്തൻ എന്ന് വിളിച്ചു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം അള്ളാഹു പറയാണ്, നിനക്ക് യാതൊരു ഭ്രാന്തുമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ.
നിനക്കാകട്ടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. ഇവിടെ ഇവർ കളിയാക്കുന്നതും അതുപോലെ തന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചതൊന്നും നിരാശനാവേണ്ടതില്ല. നിനക്ക് വലിയ പ്രതിഫലം കിട്ടുന്നുണ്ട്. വൈനക്കല അലാ ഖുലഖിൻ അളീം, നീ ഏറ്റവും അത്യുത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയുമാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണഗണങ്ങൾ എണ്ണിക്കൊണ്ട് അള്ളാഹു പറയുന്നത് നിനക്ക് വലിയ മെച്ചം കിട്ടാൻ പോകുന്നുണ്ട്, നീ വലിയ നേട്ടത്തിലാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ സയ്യിദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു ചെല്ലുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചു. ആയിഷ ബീവി പറഞ്ഞു, താങ്കൾ ഖുർആൻ വായിക്കാറില്ലേ? അതെ എന്ന് പറഞ്ഞപ്പോൾ റസൂലിൻ്റെ പത്നി പറഞ്ഞു, എന്നാൽ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ഒന്നുകൂടി തെളിയിച്ച് പറയാൻ പറഞ്ഞപ്പോൾ അവരങ്ങനെ തന്നെ പറഞ്ഞു, ഖുർആനാണ്. കാന ഖുലുഖുഹു ഖുർആൻ, അദ്ദേഹത്തിൻ്റെ ഖുലുഖ് സ്വഭാവം ഖുർആനാണെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അനുസരിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു. എന്നിട്ട് പറയുന്നു, ഫസതുബ്സിറു വയുബ്സിറൂൻ ബിഅയ്യികുമുൽ മഫ്തൂൻ, താങ്കൾ കാണാൻ പോവാണ്, അതേപോലെ തന്നെ അവരും കാണാൻ പോവാണ്. ബിഅയ്യികുമുൽ മഫ്തൂൻ, നിങ്ങളെ ആർക്കാണ് ഭ്രാന്ത് പിടിച്ചത് എന്ന്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചക ദൗത്യത്തിൽ വരികയും അതേപോലെ തന്നെ ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുകയും ഒരുപാട് ആളുകൾ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിലേക്ക് വരികയും വലിയ സ്ഥാനമാനങ്ങളുള്ള അഥവാ ജനം മൊത്തം ആദരിക്കുന്ന പദവിയിലേക്ക് റസൂൽ എത്തുകയും ചെയ്തു. അതേസമയം ഈ ആളുകൾ അവർ നബിയെ കളിയാക്കാൻ ശ്രമിച്ചു, നബിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അവർ തന്നെയാണ് ബദറിലും ഉഹദിലുമൊക്കെ ആയിട്ട് കൊല്ലപ്പെട്ടത്. അതേപോലെ തന്നെ അവരുടെ എല്ലാ പ്രതാപ കാലവും അവിടെ അവസാനിക്കുകയായിരുന്നു. അവരിൽ പലർക്കും മാരകമായ അസുഖങ്ങൾ വന്നു, വലിയ പ്രയാസങ്ങൾ വന്നു, സാമ്പത്തിക ശാരീരിക മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവർക്കാണ് യഥാർത്ഥത്തിൽ ഭ്രാന്തായത്, അതല്ലാതെ പ്രവാചകനല്ല എന്ന് കൂടി പറയണം. ഇങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വിശുദ്ധ ഖുർആൻ നന്നായി വായിക്കുക, പഠിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.